എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ പഴയ സാധനങ്ങൾ എടുക്കാൻ വന്ന രണ്ടാൾക്കാരാണിത്. നമ്മുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് വീട്ടിൻ്റെ പുറത്ത് വന്ന് നിന്ന് പഴയ സാധനം ഉണ്ടോ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അവർ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകാൻ നോക്കിയിരുന്നു. അങ്ങനെ ഇവരെ സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്ന് നോക്കി ഞാൻ ഇവർക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും അങ്ങനെയൊക്കെ ഉള്ളത് ഞാനൊരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവർക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവരെന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മലയാളത്തിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്ത്രീ നമ്മളെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് മതിലില്ല. അപ്പോൾ ആ മതിലില്ലാത്തതിനോണ്ട് ആ വീടിൻ്റെ അടുക്കള ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ സ്ത്രീ കയറിപ്പോവുകയും അവരുടെ അനുവാദം ഇല്ലാതെ ആ വീടിൻ്റെ മുറ്റത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ആൾ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ പല ആളുകളും വരാറുണ്ട് പഴയ സാധനം എടുക്കാൻ വേണ്ടി. പഴയ സാധനം ഉണ്ടോ ചോദിച്ചു ഇങ്ങനെ പല ആളുകളും വരാറുണ്ട്. പക്ഷേ അവരൊക്കെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അവർ ചോദിക്കാറ് ഇവിടെ എന്തോ പഴയ സാധനം ഉണ്ടോ എന്ന്. പക്ഷേ ഇത് ഗേറ്റ് തുറന്ന് വന്ന് വീടിൻ്റെ മുറ്റത്ത് വന്ന് വീടിൻ്റെ എല്ലാ പരിസരത്തും അന്വേഷണം നടത്തി അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മളവിടെ അനുവാദമില്ലാതെ ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാധനം മാത്രമല്ല ഇവർ എടുക്കുന്നത്, ഇവരെ വീടിൻ്റെ പുറം എല്ലാ ഭാഗത്തേക്കും നമ്മൾ പറയാതെ അവരങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയൊക്കെ ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഇല്ലേ, നിങ്ങളെ അമ്മ എന്താക്കാൻ അമ്മയില്ലേ, അമ്മയെ വിളിക്കൂ. പിന്നെ അതുപോലെ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇവിടെ ആരാണ്, ഇതെന്താണ്, ഈ വീടിനെക്കുറിച്ച് ചോദിക്കുക, നിങ്ങളെ വീട് ഇതാണോ, അങ്ങനെ നിങ്ങളെ വീട് എവിടെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയും നമ്മുടെ ശരീരത്തിലെ കഴുത്തിലും കാതിലും പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലൊക്കെയാണ് ഇവരുടെ ശ്രദ്ധ കൂടുതൽ. ഇവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മൾ സ്വർണ്ണം എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടോ എന്നായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവർ പോകുന്നത് വരെ എനിക്കൊരു സമാധാനവും ഇല്ലേനു. ഇവർ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ സമാധാനം ആയത്. എന്തായാലും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ അടുക്കളയിൽ സ്ത്രീകൾ പണിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയില്ല, ഇത്തരത്തിലുള്ള ആളുകൾ കയറി വന്നാൽ നമ്മളറിയില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇവരുടെ കൂടെ ഇനി എത്ര ആളുകളുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ കുട്ടികളൊക്കെ പുറത്ത് കളിച്ചിരിക്കുക ആണെങ്കിൽ നമ്മൾ ഒന്നോട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വീടിൻ്റെ കതക് എപ്പോഴും എല്ലാവരും ഒന്ന് അടച്ചു വെക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നും പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. പല വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന സംഭവങ്ങളൊക്കെ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവരെങ്ങനെയാണെന്നും ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇവർക്ക് എത്ര പേരിനി ഇവരുടെ കൂടെ ഉണ്ടെന്നും നമുക്കൊന്നും അറിയില്ല. സാധാരണയായിട്ട് ഇവിടെ പല ആളുകളും ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മളിവിടെ കാണാറുണ്ട്. ഇവരെ ആഴ്ചയിലും അങ്ങനെ വരാറുണ്ട്. ഇവർ ഓരോ ദിവസത്തിൽ ഇങ്ങനെ കാണാറുണ്ട് പല ആളുകൾ. പക്ഷെ അവർ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ എടുത്ത് പോവുകയാണ് ചെയ്യുക. ഇവരങ്ങനെയല്ല. ഇവർ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതുപോലെ നമ്മൾ വീടിൻ്റെ അനുവാദം ഇല്ലാതെ എല്ലാ ഭാഗത്തേക്ക് പോവുക. ഇവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർ നമ്മുടെ ശരീരത്തിൽ ചെവി, കഴുത്ത്, കൈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് സംശയങ്ങൾ തോന്നുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.